പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ജൂലൈ 18 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. പാരീസ് ഒളിമ്പിക്സിലേക്ക് ഇന്ത്യൻ ഡോഗ് സ്ക്വാഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ പാലം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് RPFന്റെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഓപ്പറേഷന്റെ പേരെന്താണ്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 പാരീസ് ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാനുള്ള ആകെ സംഘങ്ങളുടെ എണ്ണം എത്ര? 117 കായിക താരങ്ങൾ. പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജൂലൈ 26, അതായത് അടുത്ത ആഴ്ച പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ്. 117 ഇന്ത്യൻ അത്ലറ്റ്സ് ആണ് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 7 റിസർവ് ആയിട്ടുള്ള അത്ലറ്റ്സുമുണ്ട്. ഫ്രഞ്ച് ക്യാപിറ്റൽ ആയിട്ടുള്ള പാരീസിലാണ് 33ാമത്തെ പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുന്നത്. ഇതിൽ 29 പേർ അടങ്ങുന്ന അത്ലറ്റിക് ടീം ആണ് ഏറ്റവും വലിയ ഒരു സ്ക്വാഡ്. അതായത് 11 വനിതകളും 18 പുരുഷന്മാരും, 29 അത്ലറ്റ്സ്. കൂടാതെ ഷൂട്ടിംഗ് ആണ് 21 പേരും, ഹോക്കി 19 പേരും. ഒരേ ഒരു ഗെയിംസ്, അതായത് ഹോക്കിയിലാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത്. കൂടാതെ 117 പേരെ സപ്പോർട്ട് ചെയ്തതിനു വേണ്ടിയുള്ള 140 സപ്പോർട്ടിംഗ് സ്റ്റാഫ് ഒഫീഷ്യൽസ് കൂടി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് പാരീസ് ഒളിമ്പിക്സ്. ഇതിൽ സ്വിമ്മിംഗ്, സെയിലിംഗ് എന്നിവയിൽ 2 പേരും, ബാക്കി വരുന്ന ഇക്വസ്ട്രിയൻ, ജൂഡോ, റോവിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നിവയിൽ ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ 29 പേർ ഉള്ളത് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സ് ടീമിനെ നയിക്കാൻ പോകുന്ന താരമാണ് നീരജ് ചോപ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള എത്ര നായ്ക്കൾ സുരക്ഷാ ചുമതല നിർവഹിക്കും? 10 നായ്ക്കൾ. ഇന്ത്യയിൽ നിന്ന് 10 ഡോഗ്സ് ആണ് പാരീസ് ഒളിമ്പിക്സിലേക്ക്. അതായത് ഇന്ത്യയുടെ ഡോഗ് സ്ക്വാഡ് ആണ് K9. K9 10 ഡോഗ്സ്, അതായത് CRPF, NSG, SSB, ITBP എന്നീ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലെ വളരെ ആക്റ്റീവായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള 10 ഡോഗ്സിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് പാരീസിൽ ഓഗസ്റ്റ് 11 വരെ ഈ ഒരു ഡോഗ് സ്ക്വാഡ് ഉണ്ടാകും. സ്നിഫിങ്ങും പെട്രോളിംഗ് ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഡോഗ്സിന്റെ ചുമതല. 6 ബെൽജിയൻ ഷെപ്പേർഡ്സും 3 ജർമ്മൻ ഷെപ്പേർഡ്സും ഒരു ലാബ്രഡോർ, കൂടാതെ 17 ഡോഗ് ഹാൻഡ്ലേഴ്സ് ആണ് പാരീസ് ഒളിമ്പിക്സിലേക്ക്. 40 രാജ്യങ്ങളിൽ നിന്നായിട്ട് 1750 സെക്യൂരിറ്റി ഫോഴ്സിന്റെ വലിയൊരു ടീം ആണ് പാരീസ് ഒളിമ്പിക്സിൽ ഉണ്ടാവുക. കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ കൺട്രോൾ നടത്താൻ പോകുന്നത് ഫ്രഞ്ച് അതോറിറ്റീസ് ആണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ്, അതായത് ഒരു ഡോഗ് സ്ക്വാഡ് വിദേശത്തേക്കുള്ള ഒരു യാത്ര. കുട്ടികളെ രക്ഷിക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? നാൻഹെ ഫാരിസ്റ്റേ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ RPF നടത്തുന്ന പല ഓപ്പറേഷൻസ് ഉണ്ട്. അതിലെ ഒരു ഓപ്പറേഷൻസ് ആണ് കുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷൻ. ഈ ഓപ്പറേഷന്റെ പേരാണ് നാൻഹെ ഫാരിസ്റ്റേ. ഇന്ന് കിഡ്നാപ്പിംഗിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കുട്ടികളെയാണ്, അത് കഴിഞ്ഞാൽ സ്ത്രീകളെയാണ്. ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് 84,119 കുട്ടികളെയാണ് നാൻഹെ ഫാരിസ്റ്റേ എന്ന ഓപ്പറേഷനിലൂടെ RPF രക്ഷിച്ചിട്ടുള്ളത്. 1957 RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഘം ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏത് നഗരമാണ്? ഇൻഡോർ. മധ്യപ്രദേശിലെ ഒരു സിറ്റിയാണ് ഇൻഡോർ. 24 മണിക്കൂർ കൊണ്ട് ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. ഒരു ദിവസം കൊണ്ട് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സിറ്റിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൊണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുള്ള റെക്കോർഡ് ആണ് മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന സിറ്റി കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മോഹൻ യാദവ് ആണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആണ് മോഹൻ യാദവ്. മധ്യപ്രദേശിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇൻഡോറിന്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻഡോർ ആണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് തന്നെ ഇൻഡോറിനാണ് ദ ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ എന്ന അവാർഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഭോപ്പാൽ, എന്നാൽ ബിസിനസ് ക്യാപിറ്റൽ അത് ഇൻഡോർ ആണത്. 1.1 ദശലക്ഷം ചെടികൾ ഒരു ദിവസം കൊണ്ട് നട്ടുപിടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ്. ആദ്യത്തെ ഡബിൾ ഡെക്കർ മേൽപ്പാലം ആരംഭിച്ച ദക്ഷിണേന്ത്യൻ നഗരത്തിന്റെ പേര് ബാംഗ്ലൂരു ആണ്. ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ
ആദ്യത്തെ ഒരു സിറ്റി ഡബിൾ ഡെക്കർ ഫ്ലൈ ഓവർ ഉള്ളത്. ഒപ്പം തന്നെ ഈ ഫ്ലൈ ഓവറിന്റെ പ്രത്യേകത ഇതിൽ ട്രെയിൻ സർവീസ് കൂടിയുള്ള ഒരു ഫ്ലൈ ഓവർ ആണ്. 2024 ജൂലൈ 17 സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ റെയിൽ കം റോഡ് ഫ്ലൈ ഓവർ ഭാഗികമായിട്ട് ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഇതിന്റെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് കർണാടകയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ബാംഗ്ലൂരു ഡെവലപ്മെന്റ് മിനിസ്റ്ററും ആയിട്ടുള്ള DK ശിവകുമാർ ആണ്. റാഗിഗുഡ മുതൽ സെൻട്രൽ സിൽക്ക് ബോർഡ് വരെയാണ് ഈ ഒരു യാത്ര. ഇതിനുവേണ്ടി 449 കോടി രൂപയാണ് ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ചിലവാക്കിയിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ദ ഫസ്റ്റ് ഡബിൾ ഡെക്കർ റെയിൽ കം ഫ്ലൈ ഓവർ. പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളും സന്ദർശിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ആരാണ്? മാഗ്ഡെ എസ. പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ 7 വണ്ടേഴ്സ് ഇത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് മാഗ്ഡെ എസ. 6 ദിവസം 11 മണിക്കൂറും 52 മിനിറ്റ് കൊണ്ടാണ് ലോകത്തിലെ ദ 7 വണ്ടേഴ്സ് 45 വയസ്സുള്ള മാഗ്ഡെ എസ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളതും സന്ദർശിച്ചിട്ടുള്ളതും. ഈ കാര്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് അറിയിക്കുകയും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഇതിന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇംഗ്ലീഷ്മാൻ ആയിട്ടുള്ള ജാമി മാക്ഡൊണാൾഡ് ആയിരുന്നു ഇത്തരത്തിലുള്ള റെക്കോർഡ്. ആ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് 6 days 11 hours 52 minutes 7 വണ്ടേഴ്സ് അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. തുടക്കം അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയായിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ താജ്മഹൽ, അവിടെ നിന്ന് ജോർഡാനിലെ പെട്രയിലുള്ള ഏൻഷ്യൻ സിറ്റി, റോമിലെ കൊളോസിയം, ബ്രസീലിലെ ക്രൈസ്റ്റ് ദി റിഡീമർ, പെറുവിലെ മാച്ചു പിച്ചു, അവസാനം അദ്ദേഹം മെക്സിക്കോയിലെ മായൻ സിറ്റി സിഷൻ ഇറ്റ്സയിൽ എത്തി. 7 വണ്ടേഴ്സ് ആണ് 6 days 11 hours 52 minutes കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത്. അടുത്തിടെ നീതി ആയോഗ് പുനഃസംഘടിപ്പിച്ചു. അതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ 3ാമത്തെ ടൈമിൽ നീതി ആയോഗിനെ വീണ്ടും പുനഃസംഘടിപ്പിച്ചു. ഇതിൽ വൈസ് ചെയർമാൻ ആയിട്ട് സുമൻ കെ ബെറിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹം തന്നെയായിരുന്നു നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? 18 ജൂലൈ 2024. കഴിഞ്ഞ വർഷമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജൂലൈ 18-ാം തീയതി അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ 1ാമത്തെ ചരമവാർഷികമാണ് ഇന്ന്, അതായത് ജൂലൈ 18-ന് ആചരിക്കുന്നത്. 2027 വരെ യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റോബർട്ട് മെറ്റ്സോള. 2027 വരെ യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് ആയിട്ട് റോബർട്ട് മെറ്റ്സോളെ വീണ്ടും തിരഞ്ഞെടുത്തു. റോബർട്ട് മെറ്റ്സോള മാൾട്ടീസ് പൊളിറ്റീഷ്യനാണ്. 699 വോട്ടിൽ 562 വോട്ട് നേടിക്കൊണ്ടാണ് മാൾട്ടീസ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള റോബർട്ട് മെറ്റ്സോള വീണ്ടും യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് ആയിട്ട് 2027 വരെ ഇലക്റ്റഡ് ആയിട്ടുള്ളത്. ഇന്നലെ ജൂലൈ 17 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 US റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരാണ്? ഇതിന്റെ ഉത്തരം ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ്, ഇദ്ദേഹത്തിന്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അതുപോലെ തന്നെ ജോയ് ബൈഡൻ, കമല ഹാരിസ്, ഇവർ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 പാരീസ് ഒളിമ്പിക്സിന് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കാനുള്ള ആകെ സംഘങ്ങളുടെ എണ്ണം എത്ര? 117 കായിക താരങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള എത്ര നായ്ക്കൾ സുരക്ഷാ ചുമതല നിർവഹിക്കും? 10 നായ്ക്കൾ. കുട്ടികളെ രക്ഷിക്കാൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ്? നാൻഹെ ഫാരിസ്റ്റി. 24 മണിക്കൂറിനുള്ളിൽ ഒരു സംഘം ഏറ്റവും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച ഇന്ത്യയിലെ ഏത് നഗരമാണ്? ഇൻഡോർ. ആദ്യത്തെ ഡബിൾ ഡെക്കർ മേൽപ്പാലം ആരംഭിച്ച ദക്ഷിണേന്ത്യൻ നഗരത്തിന്റെ പേര് ബാംഗ്ലൂരു. പൊതുഗതാഗതം മാത്രം ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളും സന്ദർശിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് ആരാണ്? മാഗ്ഡെ എസ. അടുത്തിടെ നീതി ആയോഗ് പുനഃസംഘടിപ്പിച്ചു. അതിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബെറി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? 18 ജൂലൈ 2024.
2027 വരെ യൂറോപ്യൻ പാർലമെന്റിന്റെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റോബർട്ട് മെറ്റ്സോള. ഇന്ന് ജൂലൈ 18. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, വിച്ച് കൺട്രി കവേഴ്സ് ദി ലാർജസ്റ്റ് പാർട്ട് ഓഫ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്? ആമസോൺ മഴക്കാടുകളുടെ ഏറ്റവും വലിയ ഭാഗം ഏത് രാജ്യമാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുന്നത്. നമുക്ക് ഏത് പരീക്ഷയിലും എവിടെയും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ് കോൺഫിഡൻസ്. അത് ലഭിക്കണമെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.